അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരം 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. കുംഭത്തിൽ ബുധനും ശുക്രനും രാഹുവും ഇത് 10ാം ഭാവത്തിലാണ്, കർമ്മഭാവത്തിലാണ്. നിങ്ങൾ കാണാതെ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കുന്നില്ലായിരിക്കും, പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി ചെയ്യേണ്ട ഒരു കാലമാണ്. ഫെബ്രുവരിയുടെ 9, 11, 9, 10, 11 ഈ 3 ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മേലധികാരികളുമായിട്ടോ സബോർഡിനേറ്റ്സും ഒക്കെ ആയിട്ട് ചില നിർണായകമായിട്ടുള്ള മീറ്റിങ്ങുകളോ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക് ഉണ്ടാകുന്ന വേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ഇതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാലമാണ്. ധനപരമായിട്ട് അവർക്ക് മെച്ചം തന്നെയാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. അതുപോലെ തന്നെ ഭാവിയുടെ ഒരു സുരക്ഷയ്ക്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യും. വീട് പുതുക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുന്നതിനെ പറ്റിയും ഒക്കെ ആലോചനയുണ്ടാവും. സ്വർണത്തിൽ നിക്ഷേപിക്കാനും ആലോചനയുണ്ടാവും. അത് വരുമാനം കൂട്ടുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഇവർക്ക് കഴുത്ത് സംബന്ധിച്ച് അഥവാ തൊണ്ട സംബന്ധിച്ച്, ശബ്ദം സംബന്ധിച്ചും ഒക്കെയുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചെറിയ രീതി മുതൽക്ക്, സാധാരണ തൊണ്ടവേദന മുതൽക്ക് അതിലും കൂടിയ ചില രോഗങ്ങളൊക്കെ അതുള്ളവർക്ക് അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ച് കുട്ടികളും ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ എല്ലാവരും ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുമാത്രമല്ല, കുടുംബത്തിലേക്ക് ഒരു സന്തോഷം വരുന്ന അഥവാ അഭിമാനം തോന്നിക്കാവുന്നതായിട്ടുള്ള ചില വാർത്തകൾ വരാനും സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം ആയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ കദളിക്കുല സമർപ്പിക്കുന്നത് നന്നായിരിക്കും. മാല സമർപ്പിക്കുന്നത് നല്ലതാണ്. വ്യാഴത്തിൻ്റെ മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ഗുരവേ നമഃ എന്നുള്ള മന്ത്രം, ഇങ്ങനെയുള്ളതൊക്കെ ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. വാക്കുകളിലും കുറച്ച് മിതത്വം പാലിക്കേണ്ടതുണ്ട്. വാക്കുകൊണ്ട് ചില അബദ്ധങ്ങൾ വന്നേക്കാം, ചില ശത്രുതകൾ വന്നേക്കാം. അതും സൂക്ഷിക്കേണ്ടതാണ്.